നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തിയോട് ദേഷ്യപ്പെടുന്നു എന്ന് ചിന്തിക്കുക. എടാ നിന്നെ ഞാനിപ്പോൾ പിടിച്ച് അടി തരും അല്ലെങ്കിൽ ഇടി തരും എന്നൊക്കെ നമ്മൾ പറയുകയാണെന്ന് ചിന്തിച്ചു കൊടുക്കുക. ദേഷ്യം നമ്മുടെ ദുർബലമാണ്. ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കുക. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകം ചിന്തിക്കുക. അപ്പോൾ കോപത്തിൻ്റെ നിസ്സഹായത നിങ്ങൾക്ക് മനസ്സിലാകും. ക്ഷമയും മഹത്വവും നമ്മുടെ ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒരു വ്യക്തിയോട് ദേഷ്യപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് എന്തുമാത്രം വിഷമതകൾ, വേദനകൾ ഉണ്ടാവും. ചിന്തിക്കാൻ കഴിവുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ചിന്തിക്കുക, നമ്മൾ ദേഷ്യപ്പെടുന്നതിൽ അർത്ഥമില്ല. ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ അടക്കി ആ പ്രശ്നത്തിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് മാത്രം ചിന്തിക്കുക. ഇല്ലാതെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊന്നും പറഞ്ഞ് നമ്മൾ പ്രശ്നത്തിനെ വഷളാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ചിന്തിക്കുക, ദേഷ്യം വരാതെ നമ്മൾ സ്വയം നിയന്ത്രിക്കും. അഥവാ ദേഷ്യം വന്നാൽ തന്നെ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പിന്നെ ബോധവൽക്കരണത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം ചിന്തിക്കും. വണക്കം.